പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു സ്നേഹത്തെയും വന്ദനത്തെയും പ്രാവശ്യങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:3-4 വാക്യങ്ങൾ. ആ തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരും ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവുമായി വരുന്നു, അവൻ നിങ്ങളെ വന്ന് രക്ഷിക്കും എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, തന്റെ ജനത്തിന് പ്രതിഫലം കൊടുക്കുന്ന, തന്റെ ജനത്തെ ഹല്ലേലൂയ പീഡിപ്പിച്ച ഹല്ലേലൂയ ദുഷ്ടന്മാർക്കുള്ള പ്രതികാരവുമായി വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ ഇവിടെ സംസാരിക്കുന്നത്. അതിന്റെ 3-ാം വാക്യം നാം വായിച്ചതുപോലെ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. ഹല്ലേലൂയ. ജനത്തിന്റെ കൈകൾ എന്ത് ചെയ്യുക? തളർന്നു പോയി. അവര് ദൈവത്തിന്റെ സന്നിധി പ്രയത്നിച്ച പ്രയത്നങ്ങൾ എന്ത് ചെയ്തു? അതിന്റെ പ്രതിഫലം കാണാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ അവരുടെ കൈകൾ തളർന്നു പോയ അവരുടെ കൈകൾ അവര് പ്രതിഫലം കാത്തിരുന്നു, പക്ഷെ പ്രതിഫലം ലഭിക്കാതെ ഇരുന്നു. ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിതച്ചു, കൊയ്തു കൊടുത്തു. എന്നിട്ടും എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ അവർക്ക് പ്രതിഫലം കാണാതെ ഇരിക്കുമ്പോൾ, അവരുടെ ക്ഷമകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ സഹിഷ്ണുത അവരുടെ ക്ഷമ നഷ്ടപ്പെട്ട്, അവരുടെ സഹിഷ്ണുത നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ കരങ്ങൾ എന്ത് തളർന്നിരിക്കുന്നു, അവരുടെ കരങ്ങൾക്ക് ബലമില്ലാതിരിക്കുന്നു, അത് കുഴഞ്ഞു പോയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പറയുകയാണ്, തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും. നിങ്ങളുടെ കൈകൾക്ക് ബലമില്ല, പക്ഷെ എന്തിനാ ദൈവത്തിന്റെ പ്രതിഫലം വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യങ്ങളെ ബലപ്പെടുത്തുകയും. നിങ്ങൾ കുഴഞ്ഞു പോയി ജീവിതത്തിന്റെ പ്രയാസ ഘട്ടങ്ങളില് പ്രവാസത്തിന്റെ സമയങ്ങളൊക്കെ അവരായിരിക്കുമ്പോൾ എന്ത് ചെയ്തു? അവര് കുഴഞ്ഞു പോയി, അവരുടെ മുഴങ്കാലുകൾ ഹല്ലേലൂയ അവർക്ക് ബലമില്ലാത്ത അവസ്ഥ. എന്നാൽ ഇവിടെ പറയുകയാണ്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പിക്കണം, ഉറപ്പിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് 4-ാം വാക്യം പറയുന്നത് മനോഭീതിയുള്ളവർ, മനസ്സിന്റെ വേദനയുള്ള ഭയപ്പെടുന്നവരോട് മനസ്സിൽ പേടി അവരുടെ ജീവിതത്തിന്റെ സങ്കീർണമായ അവസ്ഥകളിൽ അവർ ഭയപ്പെട്ട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. നമുക്ക് ഭയപ്പെടേണ്ട എന്ന് ഹല്ലേലൂയ, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. നമുക്ക് 41-ാം ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 നാം കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രമിച്ചു പോകണം, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ഹല്ലേലൂയ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ നിങ്ങൾ എന്തിനാ ഭയപ്പെടേണ്ട? നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? ഹല്ലേലൂയ നിങ്ങളുടെ ദൈവം, അതായത് നിങ്ങൾ സേവിക്കുന്ന ദൈവം സത്യദൈവം, നിത്യ പിതാവായവൻ എന്ത് ചെയ്യുക? ഹല്ലേലൂയ പ്രതികാരമായി ഇറങ്ങി വരുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചവരെ, നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളെ ഈ പ്രവാസത്തിന്റെ അനുമത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയവരെ ദൈവം സന്ദർശിക്കാൻ പോകുക. ദൈവത്തിന്റെ പ്രതികാരം അവരുടെ നേരെ കടന്നു വരുവാൻ പോകുക. നോക്കുക, ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവരുടെ മനസ്സുകൊണ്ട് അവർ ദൈവത്തോട് അടുത്തപ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ദൈവം ഹല്ലേലൂയ അവരുടെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം ഹല്ലേലൂയ സത്യദൈവം കർത്താവ് ഹല്ലേലൂയ എന്ത് ചെയ്യും? അവർക്ക് പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ പറയുകയാണ്, ഇവർക്കെതിരായി നിന്നവർ, ഇവരെ ദ്രോഹിച്ചവരെ ഇവരെ വേദനിപ്പിച്ചവർ, ഇവരെ ഞെരുക്കിയവർക്ക് ഇവരെ ശത്രുക്കളായി എണ്ണി അവരെ അവർക്ക് താങ്ങാവുന്നതിലധികമായ ഭാരങ്ങൾ കൊടുത്ത ആ ജനത്തോട് ഹല്ലേലൂയ അവിടെ ആയിരിക്കുന്ന ജനത്തോട് ദൈവം എന്ത് ചെയ്യുക? അവർക്ക് ഭരണാധികാരികൾ ദൈവം എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യാൻ പോവുക, ആ ദേശത്ത് നിന്ന് സന്ദർശിക്കാൻ പോവുക. ദൈവത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അതേ, കർത്താവ് ഇറങ്ങി വരാൻ പോവുക. കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കാൻ പോവുക.
നിങ്ങൾ ചാഞ്ഞ കുഴിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുക അല്ലേന്ന് ആമേ യെശയ്യാ പ്രവാചകൻ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് ആമേ അല്ലെ പറയുകയാണ് ഇവിടെ. നമുക്ക് പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം നാം ഇത് തന്നെ നോക്കുമ്പോൾ നമ്മളും പലപ്പോഴും അല്ലെ ഈ തിരുവചനം കേൾക്കുന്ന പലരും മനോഭീതികളായി പേടിച്ചിരിക്കുകയാണ്. നാളുകളിലേക്ക് ഓർത്ത് ആമേ അല്ലെ വ്യാകുലപ്പെടുകയാണ്. നാളത്തെ കാര്യങ്ങൾ എന്താണ്, നാളത്തെ എന്റെ ജീവിതം എന്താണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താണ് എനിക്ക് വേണ്ടിയുള്ളതെന്നൊക്കെ. എന്നാൽ അവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടണം, ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ. ദൈവത്തിന്റെ പൈതലെ അല്ലെ നിന്നെ അല്ലെ ദ്രോഹിക്കുന്ന നടുവില് ആമേ നിന്റെ ദൈവം നിനക്ക് പ്രതിഫലമായി നിനക്ക് സ്വസ്ഥ നൽകാൻ ദൈവം ഇറങ്ങി വരും. എന്നാൽ നിന്നെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം പ്രതികാരം നടത്തും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദുഷ്ടന്മാർക്ക് പ്രതികാരം നടത്തുകയുമോ. എന്നാൽ ദൈവം മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 50-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, അവിടെ ദൈവം ആമേ ഹല്ലേലൂയ ദൈവം ദുഷ്ട എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഹല്ലേലൂയ നമുക്ക് എന്നാൽ 50-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദുഷ്ടനോട് ഹല്ലേലൂയ ദൈവം അരുളിച്ചെന്നത് എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം. അത് എന്തുകൊണ്ടാ ചോദിച്ചെന്ന് ചോദിച്ച് 17-ാം വാക്യം നാം കാണുവാണെങ്കിൽ, നീ ശാസനെ വെറുത്തു അല്ലെ, നിന്റെ വചനങ്ങളെ നീതിയോ പുറകിൽ എറിഞ്ഞു കാണും. ഒന്ന്, ദൈവത്തിന്റെ ശ്വാസം. ദൈവം ശിക്ഷിക്കുമ്പോൾ നാം എന്ത് ചെയ്യരുത്, വെറുക്കരുത്. ഹല്ലേലൂയ. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നാം എന്ത് ചെയ്യരുത്, ദൈവത്തെ വെറുക്കരുത്, തള്ളിക്കളയരുത്. ദൈവം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അതിന് താപോട് നാം വായിക്കുമ്പോൾ, കള്ളനെ കണ്ടാൽ നീ അനുകൂലപ്പെടുകയാണ്, വ്യഭിചാരികളോട് നീ പങ്കുകൂടുകയാണ്, നിന്റെ വായ് നീ വിട്ടുകൊടുക്കുകയാണ് അല്ലെ, വഞ്ചനയ്ക്ക് വേണ്ടി നീ നാവിനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതിന് 20-ാം വാക്യം പറഞ്ഞു, നീ നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുക. അതെ, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുകയാണ്. എന്നിട്ട് 21 പറയുകയാണ് ഹല്ലേലൂയ. അമ്മേ 21, 22 പറയുകയാണ്, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കുന്നു, നിന്നെ പോലെയാണ് നീ നിരൂപിച്ചു. എന്നാല് ഞാൻ നിന്റെ നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കും. എന്നിട്ട് പറയുകയാണ്, യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ആമേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ നീ ആരും ഉണ്ടാകത്തില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കള്ളനെ കാണുമ്പോൾ ആമേ നമ്മൾ എന്ത് ചെയ്യരുത്, അവരോട് അനുകൂലപ്പെടുക. തെറ്റ് ചെയ്യുന്നവർക്ക് നാം അനുകൂലമാകരുത്. നമ്മുടെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കരുത് അല്ലെ. നമ്മുടെ സഹോദരങ്ങൾക്കെതിരായി നാം എന്ത് ചെയ്യുക, അപവാദം പറയരുത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. 16-ാം വാക്യം, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും എന്താ കാര്യം? അത് ഹല്ലേലൂയ ആരോട് ചോദിക്കുന്ന അറിയാമോ? ദൈവത്തെ അറിഞ്ഞിട്ടും ആമേ ഹല്ലേലൂയ ആമേ ദൈവത്തെ മറന്നു പോയവരെ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ നീ ആരും ഉണ്ടാകത്തില്ല. ദൈവവചനം എടുത്തിട്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ നിരസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരുടെ ദൈവം 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. എന്നാല് ഇവിടെ നാം കാണുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ അവിടെ ദൈവം പ്രതിഫലം കൊടുക്കും തന്റെ ജനത്തിന് വേണ്ടി. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ വഴി നടക്കുന്ന തന്റെ ജനത്തിന് ദൈവം ഇനി പ്രതിഫലം കൊടുക്കും. അവരുടെ വേദനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, അവര് സങ്കടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിത സങ്കടങ്ങളാണെന്ന് തോന്നിയാൽ ഹല്ലേലൂയ നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസനായ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കുകയും മാനിക്കുകയും ദൈവിക നന്മകളാ നമ്മൾ നിറയ്ക്കുകയും ചെയ്യട്ടെ. ആമേ ആമേ ആമേ.